ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, മഗ്‌രിബും കഴിഞ്ഞ് നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിപ്പു എന്താക്കി TV ഇടാൻ വേണ്ടിയിട്ട് പോയി. ഹുസ്ന മദ്രസ പോയിട്ടുണ്ട്, പിന്നെ സീതു ട്യൂഷന് പോയിട്ടുണ്ട്. ഞാനും ചിപ്പു അല്ലേ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി, ഉള്ളിലേക്കൊക്കെ പോയി. പിന്നെ പുറത്തെല്ലാം ഉള്ളിലെല്ലാം പോയി നോക്കുമ്പോൾ അല്ലേ സമയം 7:30 മണിന്. എന്തെങ്കിലും ഒന്ന് തിന്നണം എന്നൊരു തോന്നൽ. എന്താ തിന്നണ്ടേന്നൊന്നും മനസ്സിലാകണമില്ല. വിശക്കാണോ ചോദിച്ചാൽ വിശക്കല്ല, എന്നാലോ വിശക്കാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാന്നൊക്കെ ഒരു തോന്നലിട്ട് അങ്ങനെ അടുക്കളത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പോയതായിരുന്നു. ചോറ് കാക്കലും കറിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പോയതായിരുന്നു. അപ്പോൾ എന്താ വിചാരിച്ചറിയോ, ഒന്നുമില്ല, എന്താ ആക്കണ്ടേ നോക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ചിപ്പുവിനോട് ഞാൻ പറഞ്ഞു, ചിപ്പു നീ പോയിട്ട് പാപ്പാൻ്റെ അവിടെ പോയിട്ട് ഒരു 5 മുട്ട വാങ്ങിയിട്ട്, മുട്ടയും ബ്രെഡും വാങ്ങിയിട്ട് അടിയാറിന്. പോയി നോക്കുമ്പോൾ ബ്രെഡ് ഇല്ല കേട്ടോ. അങ്ങനെ ഓൾ മുട്ട വാങ്ങിയിട്ട് വന്നിട്ട് ഈ മുട്ട എന്താക്കി ഒരു 4 മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാക്കണമെന്നൊന്നും ഞങ്ങൾക്കുമില്ല. അങ്ങനെ മുട്ട ബജ്ജി ആക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് എന്താക്കിയത്, ഇതാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ നോക്കും മുട്ട ബജ്ജി ആക്കാനില്ല മൈദപ്പൊടി ഇല്ല. അപ്പോൾ എന്താക്കി വേഗം 2 ഉള്ളി എടുത്ത്, രണ്ട് ഉള്ളി എടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കി പച്ചമുളക് കൊടുത്തിട്ട് ഒരു കുഞ്ഞത തക്കാളി കൊടുത്തിട്ട് നല്ലോണം അങ്ങ് വാട്ടിയിട്ട് അതിക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്ത്. കുരുമുളകുണ്ട്, പൊടിച്ചിട്ടില്ലായിരുന്നു. അതിനൊന്നുമില്ല, ക്ഷമയില്ല അവിടെ. ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ, അതിനൊന്നുമില്ല ക്ഷമയോ നേരം ഒന്നുമില്ല. എന്നിട്ട് എന്താ അറിയാൻ ഞാൻ ചെയ്തത്, പപ്സ് ചുടാനില്ല തീർമാനത്തിൽ ഈ പപ്സ് ഗോതമ്പ് പൊടി പരത്തിയ അത്രയ്ക്ക് ഞാൻ പരത്തിയിട്ടുള്ളൂ. അപ്പോഴത്തെ അവസ്ഥയ്ക്ക് ചെയ്തതാണത്. പരത്തിയിട്ട് എന്താക്കിയറിയാം, ഇങ്ങനെ ഒരു പപ്സ് ഉണ്ടാക്കാം. എങ്ങനെയായാലും ഇപ്പോൾ മസാല ഇതിൻ്റെ ഉള്ളിലാവണം, നമ്മൾ തിന്നണമെന്നല്ലോ. അപ്പോൾ തോന്നിയൊരു തോന്നലാണ് കേട്ടത്. പിന്നെ അങ്ങനെ എന്താക്കിയറിയാം, ഇത് അപ്പോൾ ചിപ്പ് ചോദിക്കണം, ഉമ്മ ഇത് പപ്സ് ആക്കല് നിങ്ങളെന്താക്കണ്. ഞാൻ പറഞ്ഞ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം എന്താക്കണത് എന്നുള്ളത്, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ചെയ്ത പണിയാണിത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ 6 മുട്ട കൊണ്ടാണ് ചെയ്തത്. 3 മുട്ടൻ്റെ ആവശ്യമേ ഉണ്ടായിട്ടുള്ളൂ, അത്രക്കല്ലേ ഇതുള്ളൂ. പിന്നെ ഒന്നിൻ്റെതൊന്നുമില്ല. അപ്പം തിന്നേണ്ട ഒരു ഇതിനാണ്. അങ്ങനെ അതിൻ്റെ മേലെ ഒരു ചപ്പാത്തിയും കൂടി പരത്തിയിട്ട് വെച്ചുകൊടുത്ത് സൈഡ് കൂടി ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ എന്തായാലും ഫില്ലായി നിൽക്കണമല്ലോ. എന്നിട്ട് എന്താക്കുക പറഞ്ഞാൽ, പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അത് നല്ലോണം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ, സാധാരണ അറിയാമല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അങ്ങനെ എന്താക്കി ഇതും ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട്, ചപ്പാത്തിൻ്റെ ഇതല്ലേ ഉള്ളത്തെ മസാലയും നല്ലോണം വെന്തതാണ്, വലിയ വേവാനൊന്നും അതിന് മാത്രം ഇല്ലേനല്ലോ. അങ്ങനെ എന്താക്കിയാൽ പിന്നെ ഇത് വെച്ച് കൊടുത്തിട്ടോ. പക്ഷെ ഇത് സത്യം പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾക്ക് സത്യം പറയാൻ മടിയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ് പേരും മടിയുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ പരത്തിയതിന് 2 ചപ്പാത്തിൻ്റെ മാവ് ഉണ്ടായിന് കേട്ടോ. അതൊക്കെ പരത്തി വെച്ച്. അപ്പം നോക്കുമ്പോൾ പാത്രം ഉണ്ട്. അപ്പം വെച്ച് കയ്യോടെ പാത്രങ്ങളൊക്കെ ഒന്ന് കൈ വൃത്തിയാക്കിയിട്ട് സിങ്ക് അവിടെ കാലിയായിക്കോളുമല്ലോ. ചിലപ്പോൾ ചപ്പാത്തി പരത്തിയിട്ട് വരുമ്പോൾ മനസ്സൊക്കെ മാറും. അപ്പോൾ അതവിടെ കൈ വെച്ചിട്ട് ഈ 2 ചപ്പാത്തിൻ്റെ മാവ് ഉണ്ടായില്ലേ, അതും കൊണ്ട് എന്താക്കി ഗ്യാസുമൊക്കെ ഒന്നും പോയില്ല. ആ പരത്തിയോടെ തന്നെ കറണ്ട് അടുപ്പമ്മൽ വെച്ചിട്ട് തന്നെ 2 ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് കേട്ടോ. എന്താല്ലേ, ഒന്ന് ചിന്തിച്ചാൽ അൽഹംദുലില്ലാ, റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല നമുക്ക്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതാക്കുക, തിന്നുക, അങ്ങനെയാണല്ലോ അല്ലേ. അങ്ങനെ പിന്നെ അതും അവിടെ പരത്തി അതൊക്കെ അവിടെ വൃത്തിയാക്കി അവിടെ വെച്ചിട്ട് അതിൽ ചപ്പാത്തിയൊക്കെ അവിടെ ചുട്ടവിടെ വെക്കുകയാണ്. കുട്ടികൾ ചായക്കൂട്ടിയേ പിന്നല്ലേ രാത്രി തിന്നുമ്പോൾ എന്തെങ്കിലും കഴിക്കോളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്കിന് ഇത് സംഭവം അടിയെല്ലാം വെന്തിന്. പിന്നെ ഇതൊക്കെ തിരിച്ചിട്ട് മറിച്ചിടുക. അങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല, സെറ്റാ പൊളിയാണ്. ഞാൻ അപ്പം തന്നെ കുടിച്ചു ഗൈസ്. ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് അങ്ങ് പൂതിയൊക്കെ മാറ്റി ഗൈസ്. ഇനി വരാൻ പാടില്ലല്ലോ ഇങ്ങനത്തെ ഒരു പൂതിയാണോ വിശപ്പാണോ ഒന്നും അറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. അസ്സലാമു അലൈക്കും.